മൻമോഹൻ സിംഗിൻ്റെ വസതിയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് അവിടെ വീട്ടിൽ പൊതുദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട്. അവിടെ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ത്യോപചാരം അർപ്പിക്കുന്നു, പുഷ്പചക്രം സമർപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രധാനമന്ത്രി, ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷനും ഒപ്പം ആരോഗ്യമന്ത്രിയുമായ JP നദ്ദ, മുതിർന്ന നേതാക്കന്മാർ, ഒപ്പം മറ്റ് പ്രമുഖരായ ഉദ്യോഗസ്ഥർ, മന്ത്രിമാരൊക്കെ അവിടേക്ക് പ്രധാനമന്ത്രിക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്നു. അല്പസമയം മുൻപ് കണ്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പുഷ്പചക്രം സമർപ്പിക്കുന്നതാണ്. ഇപ്പോൾ BJP ദേശീയ അധ്യക്ഷനും ഒപ്പം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നദ്ദ അന്ത്യോപചാരം അർപ്പിക്കുന്നു. അദ്ദേഹം ഇന്നലെ വിവരമറിഞ്ഞപ്പോൾ തന്നെ എയിംസിലെ ആശുപത്രിയിലെത്തിയും കുടുംബത്തെ ആശ്വസിപ്പിച്ചിരുന്നു. കുടുംബത്തോടൊപ്പം ചേർന്ന് ഇപ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം അദ്ദേഹവും വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഗൗതം, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി മടങ്ങിയെന്ന ദൃശ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ തുടരുകയാണോ? JP നദ്ദ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ദൃശ്യങ്ങൾ അദ്ദേഹം മടങ്ങിയിട്ടുണ്ട്. ഒപ്പം എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്ന കാര്യത്തിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാത്രമേ ഔദ്യോഗികമായ ഒരു തീരുമാനം ഉണ്ടാകുകയുള്ളൂ. ഗൗതം, ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയിരിക്കുന്നു. ഈ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് നരേന്ദ്രമോദി ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും JP നഡ്ഡയും ഇപ്പോഴും വസതിക്കകത്ത് തന്നെയുണ്ട്. അല്പസമയത്തിനകം അവരും ഈ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി 7 ലോക്ക് കല്യാൺ മാർഗിലേക്ക് നീങ്ങും. ഈ മന്ത്രിസഭാ യോഗത്തിലാകും എവിടെയാണ് സംസ്കാര ചടങ്ങിന്റെ കൃത്യമായ സ്ഥലം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ രാജ്ഘട്ടിന് സമീപത്താകും. കാരണം അത് നമുക്കറിയാവുന്നതാണ്, മുൻ രാഷ്ട്രപതിമാരും മുൻ പ്രധാനമന്ത്രിമാരും ഒക്കെ മരണപ്പെടുന്ന സമയങ്ങളിൽ രാജ്ഘട്ടിന് സമീപത്തുള്ള പ്രദേശത്ത് വിശിഷ്ട വ്യക്തികൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി വലിയ സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് അന്ത്യവിശ്രമം ഒരുക്കുന്നത് ആ പ്രദേശത്താണ്. അവിടെ മൻമോഹൻ സിംഗിന്റെയും അന്ത്യവിശ്രമം കേന്ദ്ര സർക്കാർ ഒരുക്കുന്നതാണ് മനസ്സിലാക്കാൻ. എന്തായാലും ഈ മന്ത്രിസഭാ യോഗത്തിനകത്ത് ഈ സ്ഥലം ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ വന്ന അത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ അറിയിക്കും. പിന്നീട് ദേശീയ നേതൃത്വമാണ് ഏത് സമയത്താണ് നാളെ അന്ത്യകർമ്മങ്ങൾ നടക്കുക എന്നത് സംബന്ധിച്ചൊരു വ്യക്തത നൽകേണ്ടത്. നാളെയാണ് സംസ്കാര ചടങ്ങ് എന്ന് കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ രാത്രി മുതൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ കൃത്യമായ സമയം സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൾ മൻമോഹൻ സിംഗിന്റെ 3 മക്കളിൽ ഒരാൾ ഇന്ന് ഉച്ചതിരിഞ്ഞ് മാത്രമേ ഡൽഹിയിൽ അമേരിക്കയിൽ എത്തുകയുള്ളൂ. അതിനുശേഷം നാളെ ഉച്ചതിരിഞ്ഞാകും ഒരുപക്ഷെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്ന് വേണം മനസ്സിലാക്കുവാൻ. എന്തായാലും ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഈ മന്ത്രിസഭാ യോഗ ശേഷം ഈ സംസ്കാര ചടങ്ങുകളുടെ സ്ഥലം നിശ്ചയിച്ച ശേഷം പിന്നീട് ഇതിൻ്റെ സമയത്തിലൊരു വ്യക്തത AICC നേതാക്കൾ നൽകുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രി ഇവിടെ മടങ്ങിയിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും BJP ദേശീയ അധ്യക്ഷൻ പ്രധാനമന്ത്രിക്കൊപ്പം മൻമോഹൻ സിംഗിന് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തി. നാളെ വിലാപയാത്ര ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ സ്വാഭാവികമായും ഉണ്ടാകും. കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനത്ത് മൻമോഹൻ സിംഗിന് ഒരു പൊതുചടങ്ങ്, അതായത് മുഴുവൻ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തെ അന്ത്യോപചാരം അർപ്പിക്കുവാനായി കാണുവാനായി എത്തുന്നവർക്ക് അന്ത്യവിശ്രമം ഒരുക്കുന്ന സ്ഥലത്തിന് തൊട്ട് മുൻപായി സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചടങ്ങ് AICC ആസ്ഥാനത്ത് നടക്കും. അതിന്റെ എല്ലാം തീയതികൾ ഇനിയും വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഉമേഷ്, നമ്മൾ വാർത്ത തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ റോബർട്ട് വദ്രയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. വലിയ വിവാദമായിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന് അരമണിക്കൂർ മുൻപേ അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. അതിനെതിരെ അമിത് മാളവിയാണ് ആദ്യ പ്രതികരണമായി രംഗത്ത് വന്നത്. അത് വലിയ വിവാദത്തിലേക്ക് പോയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും പ്രതികരണങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് ഒരു കാലത്തും നീതി കൊടുക്കാത്ത അല്ലെങ്കിൽ വേണ്ട പരിഗണന നൽകാത്ത ഒരാളാണ് മൻമോഹൻ സിംഗ്. അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കിയത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ അത് ഒരു നിവൃത്തിയോട് കൂടി അതിന് പിന്നിലുണ്ടായിരുന്നു അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു വലിയ പരിഗണന നൽകിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹത്തിൻ്റെ അറിവ്, പരിചയസമ്പന്നതയൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കോൺഗ്രസ് ഒരിക്കലും തയ്യാറായിട്ടില്ല. ഏറ്റവും അവസാനം മരണപ്പെടുന്നതിന് തൊട്ട് മുൻപ് പോലും അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ അവഹേളിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിശദീകരണമോ മറുപടിയോ എന്തെങ്കിലും കോൺഗ്രസിൽ നിന്നോ റോബർട്ട് വദ്രയിൽ നിന്നോ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? പക്ഷേ അത്തരം വിശദീകരണങ്ങളൊന്നും കോൺഗ്രസ് നേതാക്കൾ നൽകിയിട്ടില്ല. ഈ വിവാദത്തിന്റെ കാരണം 9:51 മൻമോഹൻ സിംഗിന്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. അതായത് എയിംസ് 10 മണിക്ക്
10 മണിക്ക് ശേഷമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഒരു വിശദീകരണം മൻമോഹൻ സിംഗിന്റെ മരണം സംഭവിച്ചു എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുന്നത്. ഇപ്പോൾ ഉമേഷ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ നിന്നും മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയത്തിനകം കാണാം. ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ഗേറ്റ്, അതായത് ഞാൻ നിൽക്കുന്നത് ഈ 3 ജൻപത്തിന്റെ മുന്നിലെ പ്രധാനപ്പെട്ട ഗേറ്റാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ തിരിച്ചു മടങ്ങുകയാണ്. അദ്ദേഹവും ഈ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ അദ്ദേഹം മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ തിരിച്ച് മടങ്ങുന്നു. അദ്ദേഹം പ്രധാനമന്ത്രി എത്തുന്നതിന് 10 മിനിറ്റ് മുൻപ് ഇവിടേക്ക് എത്തി അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി മടങ്ങി കഴിഞ്ഞാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇപ്പോൾ ഈ 3 ജൻപത്തിൽ നിന്നും തിരിച്ച് പോകുന്നത്. എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു വന്നത് ഈ റോബർട്ട് വാദ്രയുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെ 9:51 മൻമോഹൻ സിംഗിൻ്റെ മരണം സംഭവിച്ചുവെന്നാണ് 10 മണിക്ക് ശേഷം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ വിശദീകരണം വരുന്നത്. പക്ഷേ റോബർട്ട് വാദ്ര 9:23 മരണം സംബന്ധിച്ചുള്ള സ്ഥിരീകരണം നൽകുകയും അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. ഇതിൽ BJP ചൂണ്ടിക്കാണിക്കുന്നത് മരണത്തെ പോലും ആഘോഷമാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. ഇത്തരം ഷോ ഓഫുകളാണ് എല്ലാ കാലത്തും നെഹ്റു കുടുംബം നടത്തുന്നത് എന്ന വിമർശനമാണ് അമിത് മാളവിയെ പോലെയുള്ള BJP ദേശീയ നേതാക്കൾ മുന്നോട്ട് വെച്ചത്. നേരത്തെ ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ പോലും ആ പ്രധാനമന്ത്രി പദത്തിന് അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ കൃത്യമായി ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നൽകിയിരുന്നില്ല. മാത്രമല്ല സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിമാരെടുക്കുന്ന തീരുമാനങ്ങൾ പോലും പ്രധാനമന്ത്രി അറിയാതെ നേരിട്ടൊരു സൂപ്പർ പ്രധാനമന്ത്രിയായി സോണിയ പലപ്പോഴും അങ്ങനെ ആക്ട് ചെയ്തിരുന്ന വിമർശനമൊക്കെ പല തരത്തിലായി ഉയർന്നിരുന്നു. മാത്രമല്ല പല സമയത്ത് അദ്ദേഹം രാജിവെക്കുന്നതിനെ പറ്റി കോൺഗ്രസ് നേതൃത്വമായൊക്കെ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ പോലും മുൻപിൽ നിർത്തി നേരത്തെ ഗൗതം സൂചിപ്പിച്ചു റിമോട്ട് പ്രധാനമന്ത്രി എന്ന ഒരു പേരിലിങ്ങനെ നിർത്തി പല കാര്യങ്ങളും ചെയ്യിപ്പിക്കാൻ സോണിയും കോൺഗ്രസ് കുടുംബവും പ്രത്യേകിച്ച് നെഹ്റു കുടുംബവും ഒക്കെ പലപ്പോഴും അദ്ദേഹത്തെ എങ്ങനെ ഉപയോഗിക്കുമായിരുന്ന വിമർശനമൊക്കെ ഈ സമയത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായപ്പോൾ അതിനെ പിൻപറ്റി ഇത്തരം വലിയ ചർച്ചകളിലേക്ക് വഴിവെക്കുകയാണ് അല്ലേ ഗൗതം? ഉമേഷ്, അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്ന ഘട്ടത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായി. അതിനുശേഷം പ്രധാനമന്ത്രി പദം ഒഴിഞ്ഞ ശേഷവും അദ്ദേഹത്തിനെതിരെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്നത് അദ്ദേഹം സ്വന്തം നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരു പ്രധാനമന്ത്രി ആയിരുന്നു എന്നുള്ളതാണ്. കാരണം ഒരു റിമോട്ട് കൺട്രോൾ പ്രധാനമന്ത്രി എന്ന വലിയ വിമർശനങ്ങൾക്ക് വിധേയനാക്കപ്പെട്ട ഒരാളാണ് മൻമോഹൻ സിംഗ് എന്നത് യാഥാർത്ഥ്യമാണ്. നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ 2004 മുതൽ 2014 വരെയുള്ള കാലയളവിൽ ഏതാണ്ട് 10 വർഷക്കാലം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് 10 ജൻപത്തിലാണ് സോണിയാഗാന്ധിയാണ്. പ്രധാനപ്പെട്ട ഫയലുകളെല്ലാം 10 ജൻപത്തിൽ നിന്നാണ് 7 റേസ് കോഴ്സ് റോഡിലേക്ക് പോയിരുന്നത് എന്ന വലിയ വിമർശനങ്ങൾ ആ കാലത്തും അതിനുശേഷം 2014 ശേഷവും മൻമോഹൻ സിംഗിനെതിരെ ഉയർന്നിരുന്നു. അദ്ദേഹവുമായി അടുത്ത ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അവസാന നാളുകളിൽ വലിയ ദുഃഖം ഈ വിഷയത്തിൽ മൻമോഹൻ സിംഗിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം താൻ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിൽ തൻ്റെ നിലപാടുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുവാനോ തൻ്റെ നിലപാടുകൾ ഉറക്കെ വിളിച്ചു പറയുവാനോ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിന് പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന വിമർശനം സ്വയം ഉൾക്കൊള്ളുകയും അതിൽ വലിയ ദുഃഖം തൻ്റെ വാർദ്ധക്യകാലത്ത് മൻമോഹൻ സിംഗിനെ തേടിയെത്തിയിരുന്നു എന്ന് അദ്ദേഹവുമായി അടുത്ത ബന്ധപ്പെട്ട വൃത്തങ്ങൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ ഭരണകാലഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്ന വിമർശനങ്ങൾ ഇതുതന്നെയാണ്. മാത്രമല്ല വളരെയധികം അഴിമതി, 2G സ്പെക്ട്രം പോലെ അതോടൊപ്പം കൽക്കരി കുംഭകോണം പോലെയുള്ള അഴിമതികൾ ആ കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. അതോടൊപ്പം തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന ഭീകരാക്രമണങ്ങൾ വലിയ തലവേദനയായിരുന്നു. അങ്ങനെ 10 വർഷക്കാലത്ത് മൻമോഹൻ സിംഗ് ഭരണത്തിനെതിരെ വലിയ ജനരോഷം ഉയരുകയും ആ ജനരോഷത്തിൽ നിന്നാണ് പിന്നീട് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് വലിയൊരു വിജയത്തോടുകൂടി ദേശീയ തലത്തിലേക്ക് BJP വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തുന്നത്. അപ്പോൾ ആ സർക്കാരിനെതിരെ, മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ, ആ UPA സർക്കാരിനെതിരെ വലിയ വിമർശനവും ജനരോഷവും സമൂഹത്തിനിടയിൽ ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം മൻമോഹൻ സിംഗിലേക്ക് മാത്രമായി തള്ളിയിടുവാൻ നെഹ്റു കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടായി. പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള പുനർവിചിന്തനം സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമന്ത്രി പദത്തിൽ മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നുവെങ്കിലും കാര്യങ്ങൾ മുഴുവൻ തീരുമാനിച്ചത് 10 ജൻപത്തും നെഹ്റു പരിവാറുമാണ് എന്ന വലിയ വിമർശനവും പൊതുസമൂഹത്തിനിടയിൽ ഉയർന്നു വന്നു. അങ്ങനെ തൻ്റെ ഭരണകാലഘട്ടങ്ങളിൽ തൻ്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ല എന്നും മുഴുവൻ തീരുമാനങ്ങളും 10 ജൻപത്ത് കേന്ദ്രീകരിച്ച് നടന്നുവെന്നുമുള്ള വലിയൊരു മാനസിക ബുദ്ധിമുട്ട് തൻ്റെ വാർദ്ധക്യകാലത്ത് മൻമോഹൻ സിംഗിന് ഉണ്ടായിരുന്നുവെന്നാണ് കോൺഗ്രസിലെ തന്നെ പല മുതിർന്ന നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത കാലത്ത് കോൺഗ്രസ് പാളയം വിട്ട് പ്രത്യേകിച്ച് കോൺഗ്രസിലെ കുടുംബാധിപത്യത്തെ ചോദ്യം ചെയ്ത് പുറത്തേക്ക് പോയ പല മുതിർന്ന നേതാക്കന്മാരും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും അതെല്ലാം
നമുക്കെല്ലാം ചരിത്രമാണ്. അദ്ദേഹം ദേഹവിയോഗം ചെയ്ത് ഈ ലോകത്തോട് യാത്ര പറയുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നു. RBI ഗവർണർ എന്ന നിലയിലും പിന്നീട് ധനകാര്യമന്ത്രി എന്ന നിലയിലുമൊക്കെ അദ്ദേഹം രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ, ഉദാരവൽക്കരണ നിലപാടുകൾ കൈക്കൊള്ളുവാനുള്ള ധീരമായ നിലപാടുകൾ, അതെല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ 2-3 ഘടകങ്ങൾ പ്രധാനമായി വിമർശിക്കപ്പെടുന്നത്, ഒന്ന്, ഈ ഭരണകാലഘട്ടത്തിൽ സ്വന്തം നിലപാടുകളില്ലാത്തൊരു പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നു. അതോടൊപ്പം തന്നെ നേരിട്ട് രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം ഒരു ദേശീയ തലത്തിലുള്ള നേതാവാണ് എങ്കിൽ പോലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും, അതായത് നേരിട്ട് ജനങ്ങളുമായി സംവദിക്കുന്ന കാര്യങ്ങളിൽ പലപ്പോഴും പിന്നോട്ട് നിന്നിട്ടുള്ള ഒരു നേതാവാണ്. ഉദാഹരണമായി അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് തന്നെ ഒരു തവണയാണ്. 1998 സൗത്ത് ഡൽഹി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഒരു തവണ മത്സരിച്ചു, അദ്ദേഹം പരാജയപ്പെട്ടു. അതല്ലാതെ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് പോലും രാജ്യസഭയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. നേരിട്ട് ജനങ്ങളുമായി തുടർച്ചയായി സംവദിക്കുവാനോ ജനങ്ങൾക്കിടയിൽ തുടർച്ചയായി പ്രവർത്തിക്കുവാനോ അതിലൂടെ ഒരു മത്സരത്തിലൂടെ, ഒരു തികഞ്ഞ മത്സരത്തിലൂടെ വിജയിച്ച് ലോക്സഭയിൽ എത്തുവാനോ ഒന്നും മൻമോഹൻ സിംഗ് ശ്രമിച്ചിരുന്നില്ല എന്നത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന മറ്റു ചില വിമർശനങ്ങൾ കൂടിയാണ്. ഉമേഷ്, ഒറ്റ കാര്യം കൂടി ഗൗതം, ഈ കോൺഗ്രസ് അദ്ദേഹത്തോട് നീതി കാട്ടിയിട്ടില്ല എന്നിപ്പോൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ പാസ്സാക്കിയ ഒരു ഓർഡിനൻസ് രാഹുൽ പരസ്യമായി കീറിയെറിഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു നിലവിട്ട പ്രതികരണത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് വിവാദങ്ങളിലേക്കോ ഒന്നും അദ്ദേഹം പോയിരുന്നില്ല. അത്തരം കാര്യങ്ങളെ പോലും വളരെ പക്വതയോടെ കൈകാര്യം ചെയ്തെന്നാൽ പലപ്പോഴും രാജ്യസന്നദ്ധതയൊക്കെ അറിയിക്കുകയും എന്നാൽ പിന്നീട് മാറി നിൽക്കുകയും ഒക്കെ ചെയ്ത അനുഭവം കൂടിയുണ്ട്. അപ്പോൾ കോൺഗ്രസ് എത്രത്തോളം നീതി അദ്ദേഹത്തോട് കാണിച്ചു എന്നതിന് ഇതൊക്കെ ഒരു ഉദാഹരണമാണ്. ഉമേഷ്, ഈ തെരഞ്ഞെടുപ്പിൽ കുറ്റവാളികളായ ആളുകൾ, അതായത് കോടതി ശിക്ഷിക്കുന്നവരും മറ്റും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ഓർഡിനൻസ് ആണ് 2013 രാഹുൽ വലിച്ചു കീറി എറിഞ്ഞത്. അത് അദ്ദേഹത്തിന് വലിയ തോതിൽ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി എന്നതാണ് നമുക്ക് അക്കാലഘട്ടങ്ങളിൽ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് എത്രത്തോളം അദ്ദേഹത്തോട് എന്നല്ല, ഈ നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്നും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയ ആളുകളോട് എത്രത്തോളം നീതി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. അത് മൻമോഹൻ സിംഗിലേക്കും നീളുന്നു എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ആദ്യമായി നെഹ്റുവിന് ശേഷം നമുക്കറിയാം രണ്ടാമത്തെ പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ദുരൂഹ മരണം തന്നെ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി ശേഷിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്രമായ അന്വേഷണം നടത്താൻ പോലും ഇന്ദിരാഗാന്ധിയോ അതല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരോ തയ്യാറായിരുന്നില്ല. ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ശേഷം പിന്നീട് രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും പ്രധാനമന്ത്രി പദത്തിലെത്തിയെങ്കിലും നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്ന് ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രി പിന്നീട് 1991 നരസിംഹറാവു ആണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം നരസിംഹറാവുവിനോടും അനീതി പുലർത്തി എന്നത് ഒരു വസ്തുതയാണ്. അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് 2004 ഡിസംബർ മാസം 23-നായിരുന്നു. അന്ന് മരണത്തിന് ശേഷം AICC ആസ്ഥാനത്ത് പൊതുദർശനം പോലും നരസിംഹറാവുവിന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് അന്നത്തെ ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധി അനുവദിച്ചില്ല എന്ന ഒരു വസ്തുതയുണ്ട്. AICC ആസ്ഥാനത്തിന് മുന്നിലൂടെ നരസിംഹറാവുവിന്റെ ഭൗതികദേഹം പോകുമ്പോൾ അവിടുത്തെ ഗേറ്റുകൾ വലിച്ചടച്ചു എന്നതാണ് ചരിത്രം. അപ്പോൾ മൻമോഹൻ സിംഗിനോട് എന്നതല്ല, മറിച്ച് നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്നും പ്രധാനമന്ത്രി പദത്തിലേക്ക് കോൺഗ്രസിൽ എത്തിയിട്ടുള്ള ലാൽ ബഹദൂർ ശാസ്ത്രിയാണെങ്കിലും പിന്നീട് 1998 പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയ നരസിംഹറാവുവിനോടാണെങ്കിലും 2004 മുതൽ 2014 വരെ പ്രധാനമന്ത്രി പദത്തിലിരുന്ന മൻമോഹൻ സിംഗ് ആണെങ്കിലും ആ കുടുംബത്തിന് പുറത്തുനിന്ന് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയ കോൺഗ്രസ് നേതാക്കളോടെല്ലാം ആ കുടുംബം അനീതി പുലർത്തി എന്നത് സംബന്ധിച്ചുള്ള വലിയ വിമർശനങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്.